നമസ്കാരം. കുടിശ്ശികയെ ചൊല്ലി സർക്കാരും സ്വകാര്യ ആശുപത്രികളും തമ്മിലുള്ള തർക്കം മുറുകിയതോടെ കാരുണ്യ ചികിത്സാ പദ്ധതി വഴിമുട്ടുന്നു. 7 മാസത്തെ ചികിത്സാ ചെലവിനത്തിൽ 500 കോടിയിലേറെ രൂപ സർക്കാർ തരാനുണ്ടെന്ന് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ പരാതിപ്പെട്ടു. തിങ്കളാഴ്ച മുതൽ ഭാഗിക ചികിത്സ മാത്രമേ ഏറ്റെടുക്കൂവെന്നും സംഘടന പ്രഖ്യാപിച്ചു. സർക്കാരിന് ജനങ്ങളോട് കാരുണ്യമില്ലെങ്കിലും ആശുപത്രികൾക്ക് അതുള്ളതിനാലാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറാത്തതെന്നും തിങ്കളാഴ്ച മുതൽ ഭാഗിക ചികിത്സയെ ഏറ്റെടുക്കുമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ പറഞ്ഞു. ഹൃദ്രോഗം, ഡയാലിസിസ് തുടങ്ങിയവയ്ക്കുള്ള ചികിത്സ നൽകും. ആശുപത്രികളിലെ സൗകര്യമനുസരിച്ച് അത്യാഹിത സ്വഭാവമുള്ള ചികിത്സകളും ഏറ്റെടുക്കും. അതേസമയം റീഇംബേഴ്സ്മെന്റ് തുകയായി ഈയിടെയും 100 കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. പാവപ്പെട്ടവർക്ക് സൗജന്യവും കുറഞ്ഞ ചെലവിലുമുള്ള ചികിത്സ ഉറപ്പാക്കാനുള്ള കാരുണ്യ പദ്ധതിയിൽ ഇപ്പോൾ 350 സ്വകാര്യ ആശുപത്രികളുണ്ട്. നേരത്തെ 411 ആശുപത്രികൾ ഉണ്ടായിരുന്നുവെന്നും നിരന്തരമായി പണം മുടങ്ങിയതോടെ 60 ആശുപത്രികൾ പിൻവാങ്ങിയെന്നുമാണ് അസോസിയേഷന്റെ വാദം. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് 20 മുതൽ 25 കോടി രൂപ വീതവും മറ്റു പല ആശുപത്രികൾക്കും 1-2 കോടി രൂപ വീതവുമാണ് കുടിശ്ശിക. ഒക്ടോബറിൽ അനുവദിച്ച 104 കോടി രൂപയിൽ 75% സർക്കാർ ആശുപത്രികൾക്ക് നൽകി. മാർച്ചിൽ 100 കോടിയും 10 ദിവസം മുൻപ് 150 കോടി രൂപയും അനുവദിച്ചു. പക്ഷേ 8-10% മാത്രമേ സ്വകാര്യ ആശുപത്രികൾക്ക് ലഭിച്ചിട്ടുള്ളൂ. ബാക്കി തുക സർക്കാർ ആശുപത്രികളിലെ വിതരണക്കാരുടെ കുടിശ്ശിക തീർക്കാൻ ഉപയോഗിച്ചെന്നാണ് അസോസിയേഷന്റെ ആരോപണം. കുടിശ്ശിക ഉണ്ട് എന്നത് വാസ്തവമാണെങ്കിലും റീഇംബേഴ്സ്മെന്റ് പണം ഇടയ്ക്കിടെ അനുവദിക്കുന്നുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. സ്വകാര്യ ആശുപത്രികൾ സമ്മർദ്ദതന്ത്രം സ്വീകരിക്കുന്നു എന്നാണ് ഇവരുടെ വിമർശനം. ചില ആശുപത്രികൾ നിരക്ക് കൂട്ടി കൂടുതൽ പണം സർക്കാരിൽ നിന്ന് വാങ്ങുന്ന പ്രവണതയുണ്ടെന്നും പരാതികളുണ്ട്. ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ പദ്ധതി പരിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെ 42 ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങളാണ് കാരുണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഗുരുതര രോഗങ്ങൾക്കടക്കം പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും. ഫലത്തിൽ 64 ലക്ഷം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് കേരളത്തിൽ കാരുണ്യ നടപ്പാക്കുന്നത്.